നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ദിവസങ്ങൾ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയിൽ വിക്രത്തെ നന്നാക്കാൻ വേദ ഇറങ്ങിത്തിരിക്കുകയാണ്. വേദയ്ക്കറിയാം വിക്രത്തിന് നാട്ടിലൊരു പേരുണ്ട്, ഗുണ്ട എന്നുള്ള പേര്. അത് മാറണം. വീട്ടിലെ നാട്ടിലെയൊക്കെ പേര് മാറിയിട്ട് വിക്രത്തിന് നല്ലൊരു പേരുണ്ടാക്കി കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് വേദ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി വേദ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ്. ഒടുവിൽ വേദയുടെ പ്ലാൻ വിജയിക്കുകയാണ്. പ്ലാൻ വിജയിക്കുന്നത് മാത്രമല്ല, വേദയെ വിക്രം പുതിയൊരു ജീവിതം തുടങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു വിശ്വത്തെ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത് വിക്രം കൂടെ ഉള്ളതുകൊണ്ടാണ് തനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. വിക്രത്തിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തനിക്കൊരു പേര് കിട്ടുകയും ചെയ്തു. അല്ലെങ്കിൽ താനിവിടെ തോറ്റുപോയന. അപ്പം അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ വേദയ്ക്ക് വിക്രത്തിനുണ്ടായിരുന്നതിനും. അങ്ങനെ വേദ പതിവ് പോലെ തന്നെ പ്രാക്ടീസിന് പോകാനായിട്ട് ഇറങ്ങി. അപ്പം ചക്രപാണി വക്കീലിൻ്റെ കീഴിൽ വേദ പ്രാക്ടീസിന് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് വേദ ബാധിച്ച കേസായിരുന്നു വിശ്വത്തിൻ്റെ കേസ്. അങ്ങനെ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരുമ്പോൾ ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. ശ്രീജ വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇത്ര നേരത്തെ തന്നെ പോകണോ? അതെ, ഇന്ന് കുറച്ച് നേരത്തെ അല്ലണം. ചക്രപാണി സാറ് കുറച്ച് ദിവസങ്ങളായിട്ടില്ലായിരുന്നു. ഇന്ന് സാറ് വരും, സാറിനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രീജ പറഞ്ഞു, അല്ല വിക്രം എന്തിയെ? വിക്രം രാവിലെ പോയെന്ന് പറയണം. അല്ല, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടൊരു കാര്യം ചോദിക്കണമെന്ന് കരുതുക. നിങ്ങൾ വിശ്വനെ രക്ഷിക്കണ സമയത്ത് രണ്ടുപേരും ഭയങ്കര കൂട്ടായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്തു പറ്റി? നിങ്ങളിങ്ങനെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് ജീവിക്കുന്ന കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോഴേക്കും വേദ പറഞ്ഞു, ആര് പറഞ്ഞു ഞങ്ങൾ രണ്ടും ഒന്നായിട്ടല്ല ജീവിക്കണമെന്ന്? എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു ജീവിതം തുടങ്ങിയിട്ടില്ല. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയിട്ട് എങ്ങനെയാണ് വേദ ശരിയാന്നേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകണം. വേദ പറഞ്ഞു, അത് ശ്രീജേടത്തേക്ക് തോന്നുക. ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇഷ്ടമുണ്ട്. ഇഷ്ടമുണ്ടെന്നോ? അതേന്നേ. മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ വലിയ ശത്രുക്കളെ പോലെ ആയിരിക്കും. പക്ഷെ അങ്ങനൊന്നും അല്ല. ശരിക്കും ഞങ്ങൾ സ്നേഹത്തിലാണ്. ഒരാൾക്ക് ഒരാളുടെ മനസ്സറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ വിശ്വേട്ടനെ പുറത്തിറക്കാൻ വേണമെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാം ശ്രീകാന്തേട്ടൻ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും വിക്രം സമ്മതിക്കായിരുന്നേ. അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടാ എന്നെ പറഞ്ഞു വിടാനായിട്ട് ഇപ്പോൾ മൂപ്പർക്ക് ഇഷ്ടമില്ല. അതുപോലെ തന്നെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഞാനും വിക്രത്തിനെ സ്നേഹിച്ചു തുടങ്ങി. അത് നിങ്ങൾക്കാർക്കും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാന്ന് പറയണം. ഞങ്ങൾക്കാർക്കും കാണാൻ പറ്റാത്ത, അതെ ഞങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാലേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടെ അടുത്തിരുന്ന് കെട്ടിപ്പിടിച്ച് അതല്ല. ഞങ്ങൾ രണ്ട് സ്നേഹം കൂടുമ്പോൾ വഴക്കടിക്കും. ഞങ്ങളുടെ വഴക്ക് കണ്ടിട്ടില്ലേ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടോം ആൻഡ് ജെറി കോമ്പറ്റീഷൻ നടത്തുന്നേ? അത് ഞങ്ങൾക്കിടയിൽ സ്നേഹം ഉള്ളതുകൊണ്ടാ. ശ്രീജടുത്ത് കേട്ടിട്ടില്ലേ സ്നേഹമുള്ളിടത്ത് ആ വഴക്കുണ്ടാവുള്ളെന്ന്? കൊള്ളാം, നല്ല കഥയായി എന്ന് പറയണം. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി വന്നിട്ട് പറഞ്ഞു, എന്താ ശ്രീജടുത്ത് രാവിലെ ഇവള്? ഓ, ഇനിയിപ്പം വീട്ടുജോലികളൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ? രാവിലെ പ്രാക്ടീസിനെന്ന് പറഞ്ഞങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ മതിയല്ലോ. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നന്ദിനി അടുത്ത് എൻ്റെ കൂടെ പോരെ. അതിന് ഞാൻ വക്കീലൊന്നും അല്ലല്ലോ. അതിപ്പോൾ ആരുടെ കുഴപ്പമാണ്? എൻ്റെ കുഴപ്പമല്ലല്ലോ. പഠിക്കാൻ വിട്ട സമയത്ത് നന്ദിനിയുടെ അടുത്ത് പഠിക്കാതിരുന്നേ എൻ്റെ ആരുടെയും കുഴപ്പമാണോ? ശ്രീജ പറഞ്ഞു, നിനക്ക് എന്താ നന്ദിനി, വീട്ടിലെ ജോലികൾ ചെയ്യുന്നതല്ലേ, അത് ഞാൻ ചെയ്തോളാം. വേദയുടെ ജോലികളും കൂടെ ഞാൻ ചെയ്തോളാം. അല്ലെങ്കിലും വേദ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ അമ്മയും കൂടും. നീ കൂടുമായിരുന്നില്ലല്ലോ. ഓ, ഞാനല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജേടത്തേക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല. ശ്രീജേടത്തേക്ക് എപ്പോഴും വേദയോടാ താല്പര്യം. താല്പര്യത്തിലല്ല നന്ദിനി. വേദയ്ക്കൊരു ജോലിയുണ്ട്. വേദ ജോലിക്ക് പോട്ടെ. ഇത്രയും പഠിച്ച കുട്ടിയല്ലേ അവൾ. ഈ വീട്ടിൽ അടുക്കള കയറിയിട്ട് കരിക്കണം തേച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമുണ്ടോ? അവൾക്ക് അവളുടെ ജീവിതം മുന്നോട്ട് നയിക്കണ്ടേ? അതങ്ങ് നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓ, എന്തേലും ആയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ശ്രീജ പറഞ്ഞു, അതൊന്ന് വേദ കാര്യമൊക്കെ ഇട്ട. ആര് ഞാനാ? നന്ദിനി അടുത്ത് പറഞ്ഞാലോ? നല്ല കഥയായി. എനിക്ക് നന്ദിനി അടുത്തിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ ശ്രീജടുത്തി. അതിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് വേദ പോയി. അപ്പം ചക്രപാണി സാറിന് ഇതുവരെയായിട്ടും വേദ കണ്ടില്ലായിരുന്നു പ്രാക്ടീസിന് കയറിയതിന് ശേഷം. അപ്പോൾ സാറ് കുറേ ദിവസമായിട്ട് യാത്രയിലായിരുന്നു. അങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് വേദ ചെന്നു. വേദ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പോഴേക്കും ചക്രപാണി പറഞ്ഞു, ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അറിഞ്ഞു തൻ്റെ മാഹാത്മ്യം. എന്താ സാർ അങ്ങനെ പറഞ്ഞേ? അല്ല, തനിയൊരു കേസ് വാദിച്ച് ജയിച്ചില്ലേ, കോടതിയിലെ വലിയ ഗംഭീര പ്രകടനമാണെന്നാണല്ലോ ബാക്കിയുള്ള വക്കീലന്മാരൊക്കെ പറഞ്ഞ്. അങ്ങനെയൊന്നുമില്ല സാർ. അപ്പം താൻ നല്ല മിടുക്കിയാന്ന് മനസ്സിലായി. അല്ല, അങ്ങനെ ആവാതിരിക്കാൻ വഴിയല്ലോ. ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മോളല്ലേ, അപ്പം ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുമല്ലോ. പിന്നീട് വേദ പറഞ്ഞു, എനിക്ക് നല്ലൊരു വക്കീലാണ്
അത് മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. കാരണം അച്ഛൻ്റെ പേര് കളയാതെ മുന്നോട്ട് പോകണം. എനിക്കതറിയാടോ. തൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ശങ്കരാനന്ദ സാറിനെ അറിയാവുന്നതല്ലേ. അപ്പോൾ താനീ വഴി തിരഞ്ഞെടുത്തതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. പിന്നെ എൻ്റെ സ്വഭാവം അറിയാലോ. എനിക്കറിയാം സാർ. കാരണം സാറിൻ്റെ അതോടൊപ്പം നല്ലൊരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, സാറിൻ്റെ ജൂനിയറായിട്ട്. പിന്നെ കുറച്ച് കേസുകളൊക്കെ പെൻഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ തനിക്ക് പറഞ്ഞുതരാം. പിന്നെ കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ വേദ പറഞ്ഞു. അങ്ങനെ ചക്രപാണി സാറിനോടൊപ്പം വേദ കൂടി. ഈ സമയത്ത് മാഷ് തൊടിയിൽ ആയിരുന്നു. അപ്പോഴേക്കും കമല അങ്ങോട്ട് ചെന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മാഷ് കമലയോട് പറഞ്ഞു, വേദയാളും മിടിക്കല്ലേ. കമല പറഞ്ഞു, അത് മാഷേ, പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മോൻ്റെ കാര്യം അറിയാലോ. അതെനിക്കറിയാം. അവൻ ഇനി ഈ ജന്മത്തിൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കമലെ. അല്ല, നന്നാവാനാണെങ്കിൽ നന്നാവില്ലായിരുന്നു. അങ്ങനെ പറയരുത് മാഷേ, അവൻ നന്നാവും. പിന്നെ നന്നാവും പോലും. അവൾ നല്ല മിടുക്കി കുട്ടിയാ. അവൾക്ക് നല്ലൊരു ബന്ധമൊക്കെ കിട്ടേണ്ടതായിരുന്നു. ഇവൻ പക്ഷെ അവളുടെ ജീവിതം നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം അവൾ എങ്ങനെ ജീവിക്കേണ്ടതാ മാഷേ. ഒരു പക്ഷേ അവന് കിട്ടിയ ഏറ്റവും നല്ല ബന്ധം ഇതെന്ന് ഞാൻ പറയും. പക്ഷെ അതുപോലെ തന്നെ അവൻ നല്ലവനാ മാഷേ. ഇത് കേട്ടത് മാഷ് പറഞ്ഞു, നല്ലവനൊക്കെ ആയിരിക്കും, പക്ഷെ അറിയാലോ അവൻ വെറും ഗുണ്ടാപ്പണിയായിട്ട് ഇപ്പം നടക്കുവാണ്. പക്ഷെ അതുപോലെയല്ല വേദ. അവൾ പ്രാക്ടീസിന് കയറി അവളൊരു അറിയപ്പെടുന്നൊരു വക്കീലായിട്ട് മാറിക്കഴിയുമ്പോൾ അവൾക്ക് തന്നെ നാണക്കേടായിരിക്കും ഇവനിങ്ങനെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കണേ. അങ്ങനെയൊന്നും ആ കുട്ടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴൊന്നും കാണത്തില്ലായിരിക്കും. ഇനി ഭാവിയിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവരുടെ വീട്ടുകാർക്കും അതിന് നാണക്കേടായിരിക്കില്ലേ. അവർ പറയുന്നതിലും കാര്യമില്ലേ വേദേ. ഇവനിങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് നാണക്കേടല്ലേ 10 മനുഷ്യരോട് മുന്നിൽ പോയെന്ന് ഇങ്ങനെ പറയാനായിട്ട്. കമല പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മാഷേ, അത് അവൻ തന്നെ തീരുമാനിക്കണം. അതാ നിന്റെ മോൻ്റെ കുഴപ്പം. അവനോട് എന്തേലും പറഞ്ഞാൽ തലയെ കയറുവോ എന്നൊക്കെ മാഷ് പറഞ്ഞു. നന്ദിനിക്ക് വിഷമമായി ഇങ്ങനെയൊക്കെ മാഷ് പറയുമ്പോൾ. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, പഴയതുപോലെ ഒന്നുമല്ല, വിക്രത്തിന് നല്ല മാറ്റമുണ്ട് വേദ വന്നതിന് ശേഷം. എനിക്ക് ഉറപ്പുണ്ട് മാഷേ, വേദ അവനെ മാറ്റിയെടുക്കുമെന്ന്. അങ്ങനെയാണേ കുഴപ്പമില്ല. ആ പെങ്കുച്ച് പാവമായതുകൊണ്ട് പിന്നെ അവളുടെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടമുണ്ട്. അവൻ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലോ. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് അവൾ ഈ വീട് വിട്ടു പോകാത്തെ. അതെ, എനിക്ക് മനസ്സിലായ കാര്യമാണ്. എന്നോട് അവൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കമല പറഞ്ഞു, ഞാൻ എന്നും ഭഗവാനോട് ഉള്ളിരി പ്രാർത്ഥിക്കുന്നതല്ലേ, ഭഗവാനായിട്ട് എന്തേലും ഒരു മാർഗം കാണിച്ചു തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവാണ്. അപ്പം വിക്രം വർക്ക്ഷോപ്പിലേക്ക് പോകുന്നുണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വേദയ്ക്കൊരു ഐഡിയ തോന്നി. വിക്രത്തെ എങ്ങനെയാണ് നന്നാക്കി എടുത്തേ മതിയാവുള്ളൂ. എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കും മണ്ഡലമാസം ആരംഭിക്കണം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താലോ, വിക്രത്തെ കൊണ്ട് മാല ഇടിയിച്ചാലോ. മാല ഇടിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പം. മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഗുണ്ടാപ്പണിക്ക് പോകാൻ പറ്റില്ല. ഭക്തിമാർഗത്തിലൂടെ മാറണം. കുറച്ച് പദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നോയമ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് തോന്നുകയാണ്. വിക്രത്തെ എങ്ങനെയാലും നന്നാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് വേദ എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞാലൊന്നും വിക്രം കേൾക്കില്ല. ഒടിയില്ല വേദ വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. എന്താ, വിശ്വേട്ടന് പുറത്തിറക്കാൻ പറ്റുവാണെങ്കിൽ വിക്രത്തെ ഈ തവണ ശബരിമലയ്ക്ക് വിട്ടേക്കാന്ന്. എന്നെയോ? എന്നെ ശബരിമലയ്ക്ക് വിടാനോ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അയ്യോ, അങ്ങനെ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അതിന് നടത്താതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നേർച്ചകൾ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് കുടുംബത്തിന് തന്നെ ദോഷം ചെയ്യും. അത് കേട്ടപ്പോൾ വിക്രം ചോദിച്ചു, നീ ആരോട് ചോദിച്ചിട്ടാണ് നേർച്ച നേർന്നേ? അതിപ്പോൾ ആരോടെങ്കിലും ചോദിക്കണോ എനിക്ക് നേർച്ച നേരാനായിട്ട്? ഞാനും കൂടെ നേർന്നു. അതെ, മുടക്കാൻ പാടില്ല. മുടക്കിയിട്ടുണ്ട് അറിയാലോ. ഒടുവിൽ വിക്രത്തിന് ഭയങ്കര ദേഷ്യമായിപ്പോയി. ഈ സമയത്ത് വേദ എന്ത് ചെയ്യണം? വേദയ്ക്ക് തോന്നി ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗമുള്ളൂ, അമ്മയെ പോയി സോപ്പിടണം, അമ്മയോട് കാര്യങ്ങൾ പറയണം. അങ്ങനെ വേദ പോയി കമലയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വിക്രത്തോട് പറഞ്ഞിട്ട് വിക്രം സമ്മതിക്കുന്നില്ല. ഒടുവിൽ കമല വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എടാ മോനെ, അങ്ങനെ ഒരു നേർച്ച ഉണ്ടെങ്കിൽ നീ മലയ്ക്ക് പോകാൻ മാല ഇട്ടേ മതിയാവുള്ളൂ. മലയ്ക്ക് പോവുക തന്നെ വേണമെന്ന് പറയാണ്. ഒടുവിൽ എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ മാല ഇടാമെന്ന് സമ്മതിക്കണം. പക്ഷേ എങ്കിൽ ആ സമയത്ത് നന്ദിനി നെഗറ്റീവ് പിടിച്ചുകൊണ്ട് വന്നു. ഇവൻ മലയ്ക്ക് പോകാനോ? നല്ല കഥയെ. ഇവൻ മാലയിട്ട് ഇടയ്ക്ക് വെച്ച് ഊരും. അല്ലെങ്കിൽ ഇവൻ നോയമ്പൊക്കെ നോക്കാൻ പോകുന്നുണ്ടോ? പുറത്ത് ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്നവനാ ഇവന്. അങ്ങനെയുള്ള ഇവന് ഒരിക്കലും മാലയിട്ടാണെന്ന് സെറ്റ് ആവില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വേദ വന്നു. വേദ പറഞ്ഞു, അതെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എനിക്ക് നോക്കാനറിയാം. അത് നന്ദിനി അടുത്ത് ഒരു കാര്യം ചെയ്യുക, വിനായേട്ടൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പറഞ്ഞു കേട്ടല്ലോ. ശ്രീജ പറഞ്ഞു, എൻ്റെ നന്ദിനി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മയെങ്ങാനും കേട്ടോണ്ട് വരണ്ട. അമ്മ കേട്ടോണ്ട് വന്നാൽ നിന്നെ ശരിയാക്കും, അറിയാലോ. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനൊപ്പം നിന്നില്ലേലും വേണമില്ല, പിന്നെ അതിനെതിരെ നിൽക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറഞ്ഞു. ഒടുവിൽ അങ്ങനെ എല്ലാവരും കൂടെ
മലയ്ക്ക് പിന്നെ എല്ലാവരും കൂടെ വിക്രം മാലയിടാൻ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോവാം. അപ്പം മാഷിനോട് ഇന്ന് കമല പറഞ്ഞായിരുന്നു, മാഷെ വിക്രം മലയ്ക്ക് പോകാൻ മാലയിടുക. മാഷ് പറഞ്ഞു, മാലയിടുന്നതൊക്കെ കൊള്ളാം, മാല ഇട്ടിട്ട് അവനോട് നോയമ്പ് തെറ്റിക്കലെന്ന് പറയണം, അവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, കുട്ടിക്കളിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. മാല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറയാം. കമല പറഞ്ഞു, അതൊക്കെ അവൻ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാഷേ, അതെനിക്ക് 100% ഉറപ്പാണ്. അവൻ നോയമ്പ് തോറ്റും മലയ്ക്ക് പോയിട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മലയ്ക്ക് പോകുന്നോട്ട് വരുന്നതോട് കൂടിയിട്ട് അവൻ നല്ലവനാവുമെന്ന് എനിക്കറിയാം. അവൻ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ഒരു പക്ഷേ ഇതായിരിക്കും അവൻ്റെ മാറ്റത്തിൻ്റെ തുടക്കം എന്നൊക്കെ കമല പറഞ്ഞു. അങ്ങനെ വിക്രത്തെ കൊണ്ടുപോയി മാല വയ്ക്കാൻ ചെന്നു. അങ്ങനെ ചെന്ന് മാലയൊക്കെ പോയിച്ചു കൊടുത്ത് തിരുമേനി മാല കൊടുത്തിട്ട് പറഞ്ഞു, ശരണം വിളിക്കാൻ പറയണം. വിക്രത്തിന് അതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. വിക്രം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് ശ്രീജയും അവരൊക്കെ ഇങ്ങനെ ശരണം വിളിക്കുകയാണ്. വേദയൊക്കെ വിക്രമൊന്നും മിണ്ടാതെ നിന്നു. ഒടുവില്ല വിക്രം ശരണം വിളിക്കുകയാണ്. അങ്ങനെ ശരണം വിളിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ പ്രശ്നമില്ല, ഇനി വിക്രം എന്താണെങ്കിലും ചെയ്തോളൂ. പിന്നെ അത് മാത്രമല്ല, വിക്രം അവിടെ ശയനപ്രദക്ഷിണമൊക്കെ നടത്തുന്നുണ്ട്. വേദ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യിക്കുന്നുണ്ട് വിക്രത്തെ കൊണ്ട്. ഇത്ര നാൾ എന്തെങ്കിലും അപരാധങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് വേദ വിക്രത്തെ കൊണ്ട് അങ്ങനെ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യിക്കുന്നത്. അങ്ങനെ വിക്രത്തെ നന്നാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിക്രം ഒരു പുതിയ ജീവിതം തുടങ്ങും. അത് വേദയ്ക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ വിശേഷത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.